ഒരിറ്റു മനസ്സമാധാനത്തിനു വേണ്ടി, ഒരിറ്റു ആത്മശാന്തിക്കു വേണ്ടി മഴക്ക് കാത്തിരിക്കുന്ന വേഴാമ്പലുകളെപ്പോലെ കേണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം പുരോഗതി പ്രാപിക്കുമ്പോഴും ലോകം വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പുരോഗതിയിലും ഈ വികസനത്തിലും ഒന്നും മനസ്സമാധാനമോ ആത്മശാന്തിയോ കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരിറ്റു സമാധാനത്തിന് വേണ്ടി, ഒരിറ്റു ശാന്തിക്ക് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വർത്തമാന കാലഘട്ടത്തിന്റെ ഈ ബീഭത്സകമായ ഈ അവസരങ്ങളിൽ, ഇത്തരമൊരു സാഹചര്യങ്ങളിൽ സമാധാനത്തിന് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആത്മീയതയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ആൾദൈവങ്ങളും വ്യാജശേഖുമാരുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ ആത്മീയത വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ആടിസ്ഥാനികമായ ഘടകങ്ങളിൽ ഒന്നാണ്. ആത്മീയതയും അതിനെ എതിർക്കുകയും അതിനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നൽകുന്ന സൂചന ആത്മീയതയിൽ അടിസ്ഥാനമായി ആയിരിക്കണം, അതിൽ അധിഷ്ഠിതമായിരിക്കണം ഓരോ മുസ്ലിമും ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എന്നാണ്. ആത്മീയത എന്ന് പറയുന്നത് അത് ദൈവികമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, ആത്മീയത എന്ന് പറയുന്നത് ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആത്മാവ് യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളോട് നിങ്ങളുടെ ജനത റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അവരോട് മറുപടി പറയണം, റൂഹ് യസ്അലൂനക ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്, എന്റെ രക്ഷിതാവിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ് ആത്മാവ് എന്ന് തങ്ങളുടെ ജനതയോട് മറുപടി പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിവർത്തിപ്പിച്ചെടുക്കാനുള്ള മാർഗമാണ്, അതിനുള്ള വഴിയാണ്, അതിനുള്ള സരണിയാണ് ആത്മീയത. ഈ ആത്മീയതയിൽ നിന്നാണ് തസവ്വുഫും സൂഫിസവും അടക്കമുള്ള വിജ്ഞാന ശാഖകൾ ഉടലെടുക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ ശുദ്ധീകരിച്ചവർ, ആത്മാവിനെ സംസ്കരിച്ചെടുത്തവർ അവർ വിജയിച്ചിരിക്കുന്നു, അതിനെ അവഗണിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്തവർ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് ആത്മീയമായ വിശുദ്ധിയിലൂടെ മാത്രമേ, ആത്മാവിനെ സംസ്കരിച്ചെടുക്കുക വഴി മാത്രമേ നമുക്ക് വിജയം നേടാൻ കഴിയൂ എന്നാണ് വിശുദ്ധ ഖുർആനിക അധ്യാപനങ്ങളുടെ രത്നച്ചുരുക്കം. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നേരിൽ വന്നുകൊണ്ട് അധ്യാപനം നടത്തുന്ന ഒരു ഹദീസുണ്ട്. എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഈമാനെന്നും എന്താണ് ഇഹ്സാനെന്നും ചോദിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒക്കെ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പാഠം അവിടുത്തെ മനസ്സിൽ ദൃഢമാവുന്നതിന് വേണ്ടി ഒരു നേരിട്ടുള്ള ഒരു സംഭാഷണം നടത്തി പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ് നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണ്. ആ ഹദീസിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, എന്താണ് ഇഹ്സാൻ? അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തറാഹു യറാക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ്, നീ നിന്റെ റബ്ബിനെ നേരിട്ട് കാണുന്നത് പോലെ. നിന്റെ മുന്നിൽ നിന്ന് നിന്റെ ആരാധനകളെ, നിന്റെ കർമ്മങ്ങളെ അള്ളാഹു നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, നീ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ ആരാധിക്കലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും എറാക്ക, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നിന്നെ ഭരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇഹ്സാനിൽ നിന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ തസവ്വുഫ് എന്ന് പറയുന്ന, സൂഫിസം എന്ന് പറയുന്ന വിജ്ഞാന ശാഖയുണ്ടാവുന്നത്. ഇതിനെ അടച്ചു നിഷേധിക്കുന്നവരും ഇതിനെ പരിഹസിക്കുന്നവരും ഇതിനെ തള്ളിക്കളയുന്നവരും അപകടകരമായ ഒരു വാദമുഖത്തേക്കാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആധികാരികമായ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് തസവ്വുഫും സൂഫിസവും ഒക്കെ. ഈ തസവ്വുഫിലൂടെ, സൂഫിസത്തിലൂടെ, ആത്മീയതയിലൂടെയായിരുന്നു മഹാരഥന്മാർ, മുൻഗാമികൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ വിജയവൈജയന്തി പറപ്പിച്ചത്. മഹാരഥന്മാരായ സ്വഹാബി വര്യന്മാർ, അതുപോലെ താബിയങ്ങൾ, അതുപോലെ തന്നെ സലഫ് സ്വാലിഹീങ്ങൾ അവരൊക്കെ ആത്മീയതയുടെ മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോയത്.
ശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന, ശുദ്ധ ദീനുൽ ഇസ്ലാം ഊർദ്ധശ്വാസം വലിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അതിന് നവജീവൻ നൽകി മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീസ് വലിയ ആത്മീയ നായകനായിരുന്നു, വലിയ സൂഫി വര്യനായിരുന്നു. അതുപോലെ തന്നെ യവന ഗ്രീക്ക് ചിന്തകളാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചിന്തകൾ മലിനമാക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ, യവന ഗ്രീക്ക് ചിന്തകളുടെ ആധിപത്യം മൂലം മുസ്ലിങ്ങൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഫിലോസഫി എന്താണ് എന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തസവുഫിന്റെ ഉന്നതങ്ങൾ കീഴടക്കിയ നേതാവായിരുന്നു. അതുപോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെയും മഹാരഥന്മാരായ സലഫു സ്വാലിഹീങ്ങളെയും അവരുടെ ജീവിതവും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിന് കരുത്തു പകർന്നത്, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തസവുഫും സൂഫിസവും ആത്മീയതയുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആത്മീയത എന്ന് പറയുമ്പോൾ, തസവുഫ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കാനും ആ വിശ്വാസവുമായി മുന്നോട്ടു പോവാനുമുള്ള കരുത്താണ് തസവുഫ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ രാത്രി വൈകുവോളം നിന്ന് നമസ്കരിച്ച് കാല് നീറുകെട്ടി വെറുക്കുന്നതുവരെ നമസ്കരിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പാപറാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം കൊണ്ട് അനുഗ്രഹീതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് അൻഹ ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി, അവല അകൂന അബ്ദൻ ശകൂറ യാ ആയിഷ, അല്ലയോ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ എന്നായിരുന്നു. ഇത് തസവുഫിന്റെ ആത്മീയതയുടെ ആത്മശുദ്ധീകരണത്തിന്റെ ഹൃദയശുദ്ധിയുടെ മൂർത്തിമദ്ഭാവമായിരുന്നു. അങ്ങനെ മഹാരഥന്മാരായ മുൻഗാമികളായ നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ ആത്മീയതയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനം ഏതാനും മിനിറ്റുകൾക്ക് ഇതിനു മുമ്പ് അനുസ്മരിക്കപ്പെട്ടിട്ടുള്ള മഹാരഥന്മാരായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അടക്കമുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെയൊക്കെ ജീവിതത്തെ നയിച്ചിരുന്നത് ആത്മീയതയും ഹൃദയശുദ്ധീകരണത്തിന്റെ കരുത്തും ആത്മീയതയുടെ ശക്തിയുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ ആത്മീയതയെയും, ആത്മീയത എന്ന് പറയുന്നത് വിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്ന അതിന്റെ ആധികാരികമായ ഒരു ഘടകമാണ്. എന്നാൽ ആത്മീയത ചൂഷണത്തിന്റെ മാർഗമാക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ആത്മീയതയെ കേവലം ബിസിനസിന്റെ ഉപാധിയായി, കേവലം വ്യാപാര ചരക്കായി, കേവലം വ്യവസായമായി അതിനെ ഗണിക്കുമ്പോഴാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് വ്യാജ തരീഖത്തുകളെ, നമ്മൾ ഒരുപാട് വ്യാജ ഷെയ്ഖുമാരെ നമ്മൾ എതിർക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആത്മശാന്തിക്ക് വേണ്ടി, മനസമാധാനത്തിനു വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനത, ലോകസമൂഹം, അവരുടെ ആത്മീയ ദാഹത്തെ ചൂഷണം ചെയ്യാനുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിടയിൽ തന്നെ ചിരപരിചിതരായ ആൾ ദൈവങ്ങളും വ്യാജ ഷെയ്ഖുമാരും ഒരുപാടുണ്ട്. കൊല്ലം ജില്ലയിലെ കടലോര പ്രദേശങ്ങളിലെ അരയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുധാമണി എന്ന അമ്മ, മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന അമ്മ, അതുപോലെ തന്നെ പുട്ടപർത്തിയിലെ സായിബാബ, ശ്രീ രവിശങ്കർ തുടങ്ങി നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾ ദൈവങ്ങൾ. ഈ ആൾ ദൈവങ്ങളൊക്കെ ഈ ആത്മീയമായ ദാഹത്തെ ചൂഷണം ചെയ്യാനും അതിനെ വ്യവസായവൽക്കരിക്കാനും അതുവഴി തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങളുടെ പൂർത്തീകരണത്തിനും വേണ്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ആൾ ദൈവങ്ങളുടെയും ജ്യോത്സ്യന്മാരുടെയും അടുക്കലൊക്കെ ഏറ്റവും വലിയ അതിന്റെ ഉപഭോക്താക്കളായി, അവരുടെ ഏറ്റവും വലിയ ഭക്തന്മാരായി കടന്നുപോകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരാണ് എന്നതാണ് ഏറെ അപകടകരമായ ഒരു വശം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ഈ ആത്മീയ ചൂഷണത്തിന്റെ ഇരകളായി, ഈ ആത്മീയ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി അവർ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കരുണാകര ഗുരുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു അമ്പലമുണ്ട്. താമരയുടെ രൂപത്തിൽ ലോകാത്ഭുതമായി ഗണിക്കപ്പെടുന്ന, താമരയുടെ രൂപത്തിൽ ശില്പചാരുതയോടുകൂടി നിർമ്മിക്കപ്പെട്ട ഒരമ്പലം. ആ അമ്പലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ ഉദ്ഘാടനത്തെക്കുറിച്ചും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു പങ്ക്തിയിൽ, തന്റെ പങ്ക്തിയിൽ കേരളത്തിലെ പ്രഗത്ഭയായ ഒരു എഴുത്തുകാരി, കരുണാകര ഗുരുവിന്റെ ഭക്തയായ ഒരു എഴുത്തുകാരി രേഖപ്പെടുത്തിയത് ഞാൻ ഈ അവസരത്തിൽ ഒത്തുപോവുകയാണ്. ആ കരുണാകര ഗുരുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, കരുണാകര ഗുരു എന്ന ആൾ ദൈവത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ടിട്ടുള്ള ആ അമ്പലത്തിന്റെ ശില്പചാരുത കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആ അമ്പലത്തിന്റെ ഉദ്ഘാടന വേളയിൽ താൻ അവിടെ ഒരുപാട് തലയിൽ തട്ട
തട്ടമിട്ട പർദ്ദ ധരിച്ച ഒരുപാട് മുസ്ലിം സ്ത്രീകളെ കണ്ടു എന്നത് സന്തോഷകരമായി എന്ന് ആ എഴുത്തുകാരി രേഖപ്പെടുത്തി വെക്കുന്നു. ഒരുപക്ഷെ കരുണാകര ഗുരുവിന്റെ ഭക്തയായ ആ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷകരമായ വസ്തുതയാണെങ്കിൽ, അതൊരു സന്തോഷകരമായ കാര്യമാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ, നമ്മളെയൊക്കെ നെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ ജീവിതത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ജ്യോത്സ്യന്മാരെയും ആൾ ദൈവങ്ങളെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നു. മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവം മലബാർ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ അവരുടെ മുന്നിൽ കടന്നു ചെല്ലാനും അവരുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാനും അവരുടെ ആശ്ലേഷത്തിൽ അമരാനും ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരിമാരാണ് എന്നത് കേവലം ആരോപണമല്ല, നഗ്നമായ യാഥാർത്ഥ്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ വിശ്വാസത്തെ തൗഹീദ് എന്ന് പറയുന്ന ആധികാരികമായ ഘടകത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അപകടകരമായ ഒരു രീതിയിലേക്കാണ് നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ സഹോദരന്മാരുടെ പോക്ക്. അത്രമാത്രം നമ്മളെ ചൂഷണം ചെയ്യാൻ ഈ ആത്മീയതയുടെ മറവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവട സംഘങ്ങൾക്ക് സാധ്യമാവുന്നു. ഈ ആൾ ദൈവങ്ങൾക്ക് മാത്രമല്ല, ജിന്നുമ്മമാർ എന്ന പേരിൽ കേരളത്തിലുടനീളം കാണപ്പെടുന്ന, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ പ്രത്യേകമായി വിശിഷ്യമായി കാണപ്പെടുന്ന ജിന്നുകൂടിയ ഉമ്മമാർ, അതുപോലെ തന്നെ ജിന്നുകൂടിയ വ്യക്തികൾ അവരുടെയൊക്കെ ആത്മീയ ചൂഷണത്തിന് വിധേയരായി ലൈംഗികമായി പോലും പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം സഹോദരിമാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പടച്ച റബ്ബിലുള്ള, നമ്മുടെ ദീനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ആൾ ദൈവങ്ങളെയും അതുപോലെ തന്നെ വ്യാജ ആത്മീയതയുടെ വക്താക്കളെയും തേടിയുള്ള ഈ യാത്ര എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനികമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനിക ഘടകത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. ആ വിശ്വാസത്തിൽ മായം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ശിർക്കിലേക്കാണ്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന അപകടകരമായ രീതിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. നമ്മുടെ സഹോദരിമാർ പലപ്പോഴും അത് ആലോചിക്കാറില്ല. എന്തിനേറെ പറയണം, അല്ലാഹുവല്ലാത്ത മറ്റൊരാളെ ഇബാദത്തുകളിൽ പങ്കുചേർക്കുന്നത്, അല്ലാഹുവല്ലാതെ മറ്റൊരാളെ കാണിക്കുന്നതിന് വേണ്ടി, ബോധിപ്പിക്കുന്നതിന് വേണ്ടി പോലും ഇബാദത്ത് ചെയ്യുന്നത് ശിർക്കുൻ അസ്ഗറാണ് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. അല്ലാഹുവിനെ ഓർത്ത് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം, അവനെ ധ്യാനിച്ച് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം മറ്റൊരാളെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യം വരുന്നതോടുകൂടി അത് ശിർക്കുൻ അസ്ഗറായി തീരും എന്ന് പഠിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. അങ്ങനെ കർശനമായി ശിർക്കിനെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കൾ, ആ വക്താക്കൾ ആൾ ദൈവങ്ങളുടെയും അവതാര പുരുഷന്മാരുടെയും ജിന്നുമ്മമാരുടെയും ഒക്കെ ഭക്തന്മാരായി അവർക്ക് മുന്നിൽ സാഷ്ടാംഗം നമിക്കാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കാനും തയ്യാറായി അവ കടന്നുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിച്ചു നോക്കണം. ഏത് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും, ഏത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾ ചോദ്യവുമായി സമീപിക്കേണ്ടത്